ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലമാണ്. കൊല്ലവർഷം 1201 മിഥുനമാസം 17 മുതൽ കർക്കിടക മാസം 15 വരെയാണ് ഈ ഒരു മാസം. ഈ ജൂലൈ മാസത്തിൽ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. മകയിരം നക്ഷത്രം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ദൈവാധീനം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ചുകൂടി ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പ്രബല ഗ്രഹങ്ങളുടെ ഒക്കെ സ്ഥിതി ഒരു പരിധി വരെ നല്ല അനുകൂലത്തിലാണ് നിൽക്കുന്നത്. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നിച്ച് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. ശ്രേയസ്സും യശസ്സും എന്ന് പറയുമ്പോൾ അത് ഏത് രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് ആ രംഗത്ത് ഒന്ന് ശോഭിക്കുവാൻ, ഒരു പ്രസിദ്ധി കിട്ടുവാൻ, ഒരു അംഗീകാരം കിട്ടുവാൻ ഒക്കെ യോഗമുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവരും കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുക. കലാകാരന്മാർ എന്ന് പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമ, സീരിയൽ രംഗങ്ങളോ മാത്രമല്ല. ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം നിരവധി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആർക്കിടെക്റ്റേഴ്സ് ആയിരിക്കുന്നവർ, ഇൻറ്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, അത് വാഹനവുമായി ബന്ധപ്പെട്ടും ഗൃഹവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഡിസൈൻ ചെയ്യുന്നവർ, അതുപോലെ പാചകകലയുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ, വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അങ്ങനെ ഉപകരണ സംഗീതവുമായിട്ടോ സ്റ്റേജ് പ്രോഗ്രാം അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവരോ, ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ, മറ്റ് ബ്യൂട്ടി പാർലർ നടത്തുന്നവർ, വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉള്ള ഒരു സമയമാണ്. കലാകാരന്മാരായിട്ട് പ്രവർത്തിച്ച് ദീർഘകാലമായിട്ട് ശ്രമിച്ചിട്ട് ഒന്നുമാകാത്തവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഒരു പരസ്യ ചിത്രത്തിലേലും മുഖം കാണിക്കുവാനൊക്കെ അവസരം കിട്ടും. നല്ല ചാൻസുകൾ വന്നു ചേരുക, നല്ല സുഹൃത്തുക്കളെ കിട്ടുക, നല്ല കരാറുടമ്പടിയിൽ ഒപ്പുവയ്ക്കുക, വിദേശ പര്യടനം നടത്തുവാൻ അവസരം കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മിഥുനം രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും. അതായത് തൊഴിൽ സ്ഥാനാധിപൻ ധനസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ധനം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനം, പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക്, യുവക്കൾക്കും കൗമാരപ്രായക്കാർക്ക്, മധ്യവയസ്കർക്ക് ഒക്കെ പ്രണയങ്ങളുള്ളവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. പ്രണയം വിവാഹത്തിൽ കലാശിക്കുവാനും യോഗമുള്ള സമയമാണ്. അതുപോലെ പ്രധാനമാണ് ഗൃഹസംബന്ധമായ കാര്യം. ഗൃഹസംബന്ധമായിട്ട് ഒരു ഗൃഹം വന്നു ചേരുവാൻ ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, മിഥുനം രാശിക്കാർക്ക് അതിനുള്ള ഒരു യോഗം തെളിഞ്ഞു വന്നിരിക്കുന്നു. വീട് പുതിയത് പണി ആരംഭിക്കുന്നതിനും ഒക്കെ വളരെ അനുകൂലമാണ് ഈ ജൂലൈ മാസം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർ. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോഴും വിദ്യാഭാവത്തിലേക്ക് പ്രബല ഗ്രഹങ്ങളുടെ സ്ഥിതി, അതുപോലെ തന്നെ വിദ്യാകാരകനായ ബുധൻ്റെ സ്ഥിതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിദ്യാവിജയങ്ങൾ വന്നിച്ച് അത് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചല്ല. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ട്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ജോലി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഒരു പഠനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പുതിയ മേഖലകളെക്കുറിച്ച് അറിവ് നേടുന്നതിനും സാങ്കേതിക വിദ്യാരംഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ അറിവുകൾ സമ്പാദിക്കുന്നതിനും, അത് ചില ചോദ്യങ്ങളോ ടെസ്റ്റുകളോ ഒക്കെ ഇട്ടാൽ അതിനെ സ്കോർ ചെയ്യുവാനും, അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പുരോഗതി, പ്രമോഷൻ വന്നു ചേരുവാനും, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു ചേരുവാനും ഒക്കെ യോഗമുള്ള ഒരു കാലമാണ് ജൂലൈ മാസം. ഈ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം,
തിരുവാതിര പുണർതം നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകുവാനൊക്കെ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. അതായത് 11ാം ഭാവാധിപൻ ഉപജയസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ചൊവ്വയാണ് ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ ജലഗ്രഹം നിൽക്കുക എന്ന് പറയുമ്പോൾ സപ്തസാഗരങ്ങൾ കടന്നു പോകുവാനൊക്കെ യോഗമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനൊരു പ്രായമുണ്ട്, പരിധിയുണ്ട്. അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സപ്തസാഗരങ്ങൾ കടന്നുപോയി ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിട്ടുവീഴ്ചയിലൂടെയൊക്കെ പിണക്കങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും, പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുവാനും, ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. പ്രായമായവർക്കും നല്ലതാണ്. ഈ നക്ഷത്രക്കാരായിരിക്കുന്ന പ്രായമായവർക്ക്, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രായമൊക്കെ ആയവർക്ക് അവരുടെ മക്കളെ കൊണ്ടൊക്കെ നല്ല അനുഭവം വന്നു ചേരുക, മക്കളിൽ നിന്നൊക്കെ വിദേശ ധനം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുക, സ്വദേശത്തുള്ള ധനം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുക, മക്കളൊക്കെ ധനം അയച്ചു കൊടുക്കുകയോ, കൂടെ താമസിക്കുന്നവർ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് ഭക്ഷണ കാര്യങ്ങളിലും വസ്ത്രത്തിൻ്റെ കാര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ഗൃഹത്തിലാണെങ്കിലും ഒക്കെ പുതുക്കി വീട് താമസിക്കുന്ന ആ റൂമൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കുന്നതിനൊക്കെ ഒരു ഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക്. കൊച്ചുകുട്ടികൾക്കും വളരെ നല്ലതാണ്. അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനും ഒക്കെ നല്ലതാണ്. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാർക്കൊക്കെ കിട്ടും കൊച്ചുകുട്ടികൾക്കായാലും. കണ്ടകശിനിയൊക്കെ ഉള്ള സമയമാണ്. അലസതയൊക്കെ വെടിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കർമ്മ രംഗത്ത് നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുക, നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, അത് ഗ്രഹനില നോക്കുന്നതിനും ഗ്രഹനില തയ്യാർ ചെയ്ത് അയക്കുന്നതിനും, വിവാഹ പൊരുത്തങ്ങളൊക്കെ നോക്കി കൃത്യമായ ചാർട്ട് തയ്യാറാക്കി അയക്കുന്നതിനും, മറ്റ് പൊരുത്തങ്ങളൊക്കെ നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. സന്താന തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും ഒക്കെ അറിയുന്നതിനൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.